ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളെ കാണാനായി എത്തി പുതിയൊരു റെസിപ്പിയുമായിട്ടാണ്, നമ്മുടെ സ്വന്തം വാഴയ്ക്കപ്പം. അപ്പോൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴത്തിനെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി മൂടൊക്കെ മുറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തതിനെ നമുക്ക് നീളത്തിന് തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ഒരു നേന്ത്രപ്പഴം 3ആയിട്ട് നീളത്തിന് മുറിച്ചെടുക്കും. അങ്ങനെ ഇപ്പോൾ ഏകദേശം 9 പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ മൈദമാവിലാണ് കുഴച്ചെടുക്കുന്നത്. മൈദമാവ് എടുത്തു, അതിനെ നമുക്ക് ആവശ്യത്തിന് എടുക്കണം. അപ്പോൾ മൈദമാവിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് നമുക്ക് കലക്കിയെടുക്കാനായിട്ട് വെള്ളവും കൂടെ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളുമായിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാവിട്ട് നന്നായിട്ട് ഇളക്കണം. കട്ടയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടു, മാവിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. സാധാരണ എല്ലാവരും കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറാണ് ചേർക്കുന്നത്. ഞാനത് ചേർക്കാറില്ല. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ആണ് ചേർക്കുന്നത്, കാരണം മറ്റേത് പോയിസൺ ആണോ എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ട് ഞാനത് ചേർക്കാറില്ല. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത്, പഞ്ചസാര, ഉപ്പ് ഇത്രയെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് കലക്കിയെടുക്കാം. ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിട്ട് അതിൽ മിക്സിങ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പിന്നെ വെള്ളവും കൂടെ ഒഴിച്ച് കലക്കുമ്പോൾ ഏകദേശം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മൊത്തം വെള്ളവും കൂടെ എടുത്ത് ആദ്യമേ ഒഴിച്ചാൽ ഇത് നല്ല ലൂസായി പോകും. നമുക്ക് ചെറിയ ഒരു ബാറ്ററിനൊരു കട്ടി ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വാഴയ്ക്കപ്പം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ബാറ്റർ ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് അരിപ്പൊടി കൂടെ ഇടണം, അത് ഞാൻ കാണിക്കാം. അതിന് മുൻപ് നമുക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. ചീനിച്ചട്ടി ഏകദേശം ഇങ്ങനെ ചൂടായൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരാനായിട്ട് നിർത്താം. ഈ സമയത്ത് നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടെ ഇട്ട്, അരിപ്പൊടി ഇടുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നൊരു പൊടിക്കൈയാണ്. ഞാൻ അങ്ങനെ മൈദമാവ് മാത്രമായിട്ട് വെച്ച് ചെയ്തപ്പോഴും അങ്ങനെ, പക്ഷേ ഇത് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും. നല്ലതാണ്. കുറച്ച് ഒരു സ്പൂണിനകത്ത് അതായത് തൂറ്റിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കതിനെ നന്നായിട്ട് ഇളക്കി നല്ല ഒരു പരുവത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ കൈയൊക്കെ ശ്രദ്ധിച്ച് വേണം, പൊള്ളിയൊന്നും പോകാതെയൊക്കെ നോക്കണം. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുങ്ങി, പക്ഷെ കുഴപ്പമില്ല, സ്ഥിരം മുങ്ങണത് കൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 3 വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. 3 നിൽക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വരണമെന്നുണ്ടെങ്കിൽ 3 മതി. ഓക്കെ, ഒരു സൈഡ് ഇവിടെ ഏകദേശം മുരിഞ്ഞ് വന്ന് നമുക്കിനി അതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു കയ്യിൽ ക്യാമറയും കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് പറ്റാത്ത വന്നത്. ഒന്നും ഇളവിയിട്ടൊന്നുമില്ല, ഏകദേശം എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിനെ എണ്ണ വാർന്നു പോകുന്ന, ഞാൻ പറഞ്ഞല്ലോ പൊത്തയുള്ള പാത്രം എന്നാണ് പറയുന്ന, കണ്ണാപ്പ. അപ്പോൾ അതിലോട്ട് നമുക്ക് കോരി അതിലോട്ട് മാറ്റാം.
എണ്ണ നന്നായിട്ട് വാർന്നു അതിന് ശേഷം ഈ കണ്ണാപ്പയിലോട്ട് മാറ്റണം. ഇതിലാകുമ്പോൾ നമുക്ക് കിടന്ന് എണ്ണ അടിയിലത്തെ പാത്രത്തിലോട്ട് ഊറി ഇറങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം എല്ലാം പൊരിച്ചെടുത്തു. ഇനി നമുക്കിതിനെ സർവ് ചെയ്തെടുക്കാം. നല്ല ഒരു 4 മണി ഇതാണ് ചായയോടൊപ്പം നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ആരും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.